ബാലതാരങ്ങളായി ശ്രദ്ധ നേടിയ ശേഷം പിന്നീട് ആ താരങ്ങൾ മോഡേൺ വേഷങ്ങളിലോ ബോൾഡ് ഫോട്ടോഷൂട്ടുകളിലോ പ്രത്യക്ഷപ്പെട്ടാൽ പ്രധാനമായും കേൾക്കുന്ന ആരോപണമാണ് സിനിമയിൽ അവസരങ്ങൾ കിട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് അല്പവസ്ത്രധാരിയായി എത്തുന്നത് എന്നത്. ബാലതാരങ്ങളിൽ നിന്ന് പിന്നീട് നായിക വേഷങ്ങളിലേക്ക് എത്തിയവർ മാത്രമല്ല, ചില യുവനടിമാർക്കും ഇതേ ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ നിന്നും നേരിടേണ്ടി വരാറുണ്ട്. കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് യുവനടി എസ്തർ അനിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. ബാലതാരമായി എത്തിയ പെൺകുട്ടികൾ വളർന്ന് ലീഡ് റോളിലേക്കൊക്കെ എത്തുമ്പോൾ അവരെ ഹൈപ്പർ സെക്ഷലൈസ് ചെയ്യാനുള്ള പ്രവണത മലയാളികൾക്കുണ്ട് എന്നാണ് എസ്തർ പറഞ്ഞത്. നടിയുടെ വാക്കുകൾ വൈറലായപ്പോൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ വന്നിരുന്നു. അതിൽ വിമർശിച്ചു വന്ന ചില കമന്റുകൾ ഇങ്ങനെയായിരുന്നു: പെട്ടെന്ന് വളർന്ന് ഞാൻ ലീഡ് റോളിലെത്താൻ പാകമായി എന്ന് സിനിമക്കാരെ അറിയിക്കാനുള്ള ഒരു ഹൈപ്പർ സെക്ഷൽ ഷോഫ് മലയാളത്തിലെ ചില ബാലതാരങ്ങളിലും കാണാറുണ്ട്. സിനിമകൾ കിട്ടാൻ വേണ്ടി ഞാൻ നായികയാവാനുള്ള പ്രായമെത്തിയെന്ന് കാണിക്കാൻ വേണ്ടി അല്പവസ്ത്രം ധരിച്ച് ശരീരഭംഗിയൊക്കെ കാണിച്ച് പോസ് ചെയ്യും. അവരെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ കുറ്റം മുഴുവനും പറയുന്നവരുടെ മുകളിലാക്കും എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ. ഇത് ശ്രദ്ധയിൽപ്പെട്ട എസ്തർ കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി എത്തി. തുണി ഊരുന്നത് റോൾ കിട്ടാനാണ് എന്ന ഈ നാണമില്ലാത്ത വാദം ഒന്ന് അവസാനിപ്പിക്കാമോ? ഇന്ന് മലയാള സിനിമയിൽ കഴിവുകൊണ്ട് ഉയർന്നിട്ടുള്ള നടിമാരിൽ എത്ര പേർ സോഷ്യൽ മീഡിയയിൽ സ്വയം ലൈംഗികവൽക്കരിച്ച് ഇവിടെ എത്തിയതാണ്? ആരുമില്ല. ഒരാൾ അങ്ങനെ എത്തിയാലും അതിൽ നമുക്ക് എന്താണ് പ്രശ്നം? മലയാള സിനിമ ഇന്നും നിലനിൽക്കുന്നതും മുന്നോട്ടു പോകുന്നതും കഴിവും സാധ്യതയും ഉള്ളതുകൊണ്ടാണ്, രൂപത്തിനോ നഗ്നതയ്ക്കോ അല്ല. ചിലർക്കൊക്കെ സത്യത്തിൽ വേറെ ജോലിയൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. എന്താണ് പ്രശ്നം ബ്രോ? അല്ലെങ്കിൽ കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടാൻ അറ്റൻഷൻ സീക്കിംഗ് ആണോ? എന്തെങ്കിലും ആയിക്കോട്ടെ. സോറി, ഇന്ന് ഇതൊക്കെ പറയണമെന്നൊരു മൂഡായിരുന്നു. സാധാരണ ഞാൻ പറയാറില്ല, പക്ഷെ ഇന്ന് പറഞ്ഞത് ഫണ്ണായി തോന്നി എന്നാണ് എസ്തർ കമന്റുകൾക്ക് മറുപടിയായി കുറിച്ചത്.